ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അതുപോലെ തന്നെ കോളേജുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് സൂചിപ്പിച്ചു കൊള്ളട്ടെ, പൊതുവേ നമ്മുടെ കുട്ടികൾ 10th കഴിയുമ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും സയൻസ് പഠിക്കണമെന്നാണ് ആഗ്രഹമുണ്ടാകാറ്. അതിനൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം കുട്ടികൾ 3rd സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു വരുന്നതാണ് ബയോളജിയും. അതുപോലെ 5th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും കൂടുതൽ ബയോളജിയും ആണ് പഠിക്കുന്നത്, എൻവയോൺമെൻറ്റൽ സയൻസിന് പുറമെ. അതുപോലെ മാത്സ് പഠിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ സയൻസ് വളരെ നാമമാത്രമായ സിലബസാണ് അടങ്ങിയിട്ടുള്ളത്. ലാംഗ്വേജസിന് പുറമെ ഇത്തരം സബ്ജക്ട്സ് പഠിച്ച് തുടർന്ന് 6th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴേക്കും അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്താണെന്ന് മനസ്സിലാക്കുന്നു. 8, 9, 10 ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് സോഷ്യൽ സയൻസിനകത്തും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭ്യമാകുന്നു. 9, 10 കൂടുതലായിട്ട് എക്കണോമിക്സും പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററിക്ക് പുറമെ പൊളിറ്റിക്സിന് പുറമെ സാമ്പത്തിക ശാസ്ത്രവും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അവയൊന്നും സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ട്, അത് സോഷ്യൽ സയൻസ് ആയിട്ടായിരുന്നാൽ പോലും കുട്ടികൾ ജനറൽ സയൻസിലെ ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ബയോളജിയെയും മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ മാത്തമാറ്റിക്സിനെയും വളരെയേറെ സ്നേഹിക്കുന്നു അഥവാ പ്രണയിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബയോമാത്സ് പഠിക്കണം, അതല്ലെങ്കിൽ മാത്സ് കമ്പ്യൂട്ടർ പഠിക്കണം. ഇപ്പോൾ AI ഉൾപ്പെടെ പഠിക്കാൻ കിട്ടുന്ന സ്കൂളുകളിൽ 12th കോഴ്സിന് AI ഉൾപ്പെടെ പഠിക്കണം. തുടർന്ന് അതല്ലാതെ ഒരുപാട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് കുട്ടികൾക്ക് സൈക്കോളജിയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസോ IPയോ ITയോ ഒക്കെ പഠിക്കാം. പക്ഷേ പലപ്പോഴും കുട്ടികൾ കൊമേഴ്സ് വിഷയം തിരഞ്ഞെടുക്കുന്നതിന് പോലും മടി കാണിക്കാറുണ്ട് ഹ്യൂമാനിറ്റീസ് വിഷയത്തിന് പുറമെ. കൊമേഴ്സ് അവർ ബിസിനസ് സ്റ്റഡീസോ അക്കൗണ്ടൻസിയോ ഒന്നും പഠിക്കുന്നില്ല. സ്കൂൾ ക്ലാസ്സിൽ അവർക്ക് എന്താണ് വാണിജ്യം, എന്താണ് ബിസിനസ് എന്നുള്ളത് അവർ അറിയുന്നില്ല. അവർക്കതിനുള്ള സിലബസ് സബ്ജക്റ്റിനോടൊപ്പം ചേർത്തിട്ടില്ല. ഒരു സബ്ജക്റ്റിനകത്തും അത് വരുന്നില്ല. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് പോലും 11th 12th ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പഠിക്കുവാനുണ്ട്. പക്ഷേ അതിന് മുൻപായി അവർക്ക് 9, 10 വരെയുള്ള ക്ലാസ്സുകളിൽ കുട്ടികൾ അവയൊന്നും പഠിക്കുന്നില്ല. അതൊക്കെ കാരണമാണ്. ഹ്യൂമാനിറ്റീസ് വിഷയം കുട്ടികൾക്ക് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ടാകുമെങ്കിലും അവരുടെ എണ്ണവും വളരെ കുറവാണ്. പൊതുവേ സയൻസ് ആഗ്രഹിക്കുന്നു. അതിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ അപൂർവമായി ജിയോളജിയോ ചിലരെങ്കിലും സൈക്കോളജിയോ പോലുള്ള വിഷയങ്ങളെടുത്ത് ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിലേക്ക് പ്രവേശിക്കുന്നു. അതല്ലാതെ BCom എടുക്കാൻ കുറച്ച് പേർ തയ്യാറാകുമ്പോൾ എക്കണോമിക്സോ ഹിസ്റ്ററിയോ ഇപ്പോൾ ഏറ്റവും അഡ്മിഷൻ കിട്ടാൻ പ്രയാസമേറിയ പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ അതല്ല മറ്റ് ഡിഗ്രി കോഴ്സുകൾ പല കോളേജുകളിലും ആധുനികമായിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 4 ഇയർ ഡിഗ്രി കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 4 ഇയർ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്നു. അപ്പോൾ ഇവയൊക്കെ കുട്ടികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കുവാൻ രക്ഷിതാക്കൾക്കും സ്കൂളിൽ +2 കോഴ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കും കഴിയുന്നിടത്താണ് കുട്ടികളും രക്ഷിതാക്കളുമായി ചേർന്ന് ഭാവി എന്തൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനമെടുക്കുക. ഒരുപാട് സ്വപ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവും. ഭാവിയിൽ ഡോക്ടറും എഞ്ചിനീയറും ആകുന്നതിന് പുറമെ IAS ഓഫീസറാകുക, കളക്ടറാകുക, IPS ഓഫീസറാകുക, കമ്മീഷണറാകുക, അതുപോലെ ലോയറാകുക, അത് കഴിഞ്ഞ ഒടുവിൽ ഏറ്റവും ഉയർന്ന തസ്തികയായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുക എന്ന രീതിയിൽ പോലും ആഗ്രഹിക്കുന്ന പുത്തൻ തലമുറയാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ കോഴ്സിന് കൂടുതൽ ഊന്നൽ നൽകുന്നു, കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത സ്ലൈഡ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് രാജ്യത്തൊട്ടാകെ 43,796 കോളേജസ് ഉണ്ട്. അതിൽ തന്നെ ഓട്ടോണമസ് കോളേജസും ഉണ്ട്. അതുപോലെ ഓരോ വർഷവും നമ്പർ ഓഫ് കോളേജസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ പുതുതായിട്ട് 70 കോളേജസ് യൂണിവേഴ്സിറ്റീസും ഇൻക്രീസ് ചെയ്ത് ടോട്ടൽ 1453 കോളേജസ് നമുക്ക് കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് നമുക്ക് രാജ്യത്ത് പല യൂണിവേഴ്സിറ്റി അണ്ടറിൽ പഠിക്കാൻ കഴിയും. തുടർന്ന് നമുക്ക് UGCയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ അനുസരിച്ച് രാജ്യത്തൊട്ടാകെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 2023 വരെ നോക്കിയാൽ 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കേന്ദ്ര സർവകലാശാലകൾ
നമ്മുടെ രാജ്യത്തൊട്ടാകെ നിലവിലുണ്ട്. അത് ഫെഡറൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിരുന്ന, അഥവാ നമ്മുടെ പുതിയതായിട്ട് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ യഥാർത്ഥത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്, UGC ഇതനുസരിച്ച്. അതനുസരിച്ച് നമ്മുടെ കേരളത്തിലും നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് കാസർഗോഡാണ്. അത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും നിങ്ങൾക്ക് സ്ലൈഡ്സിൽ കാണാൻ കഴിയും. കേരളത്തിലെ പെരിയയിൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് എത്തിച്ചേർന്ന് പഠിക്കാവുന്ന, യാത്ര ചെയ്ത് പോയി വരാവുന്ന, മാസത്തിലൊരിക്കലോ ഒരാഴ്ച തോറുമോ പോയി വരാവുന്ന രീതിയിൽ പോണ്ടിച്ചേരിയിൽ പഠിക്കാം. അതുപോലെ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തെക്കേ ഇന്ത്യയിൽ പഠിക്കാവുന്ന രീതിയിൽ ഉണ്ട്. ഇനി ഞാനതിന് പുറമെ 100 യൂണിവേഴ്സിറ്റീസ്, നമുക്ക് 100 ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യയെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ്, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, JNU ഡൽഹി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അത് തുടങ്ങി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 22ാമത്തെ പൊസിഷനിൽ 23ാമത്തെ പൊസിഷൻ അലങ്കരിക്കുന്നു. SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചെന്നൈയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും, അതുപോലെ ക്യുസാറ്റ്, അതുപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും, കേരളത്തിലുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും, അതുപോലെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയും, ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലുള്ള ലൗലി യൂണിവേഴ്സിറ്റിയും ഒക്കെ കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും ആശാകേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഈ സ്ലൈഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ള കോഴ്സുകളെക്കുറിച്ച് അറിയാൻ കഴിയും. 100 യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ജാനുവരി 24 ഉള്ള സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റ അനുസരിച്ചുള്ള റാങ്കിങ് വീണ്ടും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്ത സ്ലൈഡ്സ് ഓരോന്നായിട്ട് പരിശോധിച്ചാൽ ഓരോ സ്റ്റേറ്റിലെയും ഉള്ള പ്രധാനപ്പെട്ട 100 യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും.